കുട്ടീനെ രാവിലെ 7:30 സ്കൂളിൽ പോകും, പിന്നെ വൈകിട്ട് 4:30 വരവുണ്ട്. പക്ഷെ ഇവരെ കുറച്ച് വൈകി പോയി. ചെറിയൊരു പയ്യനായിട്ട് ചെറിയൊരു റിലേഷൻ ഉണ്ടായിട്ട് കേട്ടുകൊണ്ടിരിക്കാന്നല്ലാണ്ട് ഇതിലൊന്നും തന്നെ പറയാനില്ല നമുക്ക്. സത്യം പറഞ്ഞാൽ കുറെ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകളിൽ ഒന്നായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. കാരണം ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇവരുടെ മെന്റാലിറ്റി എന്താണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ആവുന്നതെന്ന് ചോദിച്ചാൽ അതിന് റീസൺ ഉണ്ടോ? ആർക്കെങ്കിലും പറയാനുണ്ടോ? ആ ഒരു ഫാദർ, ആ കുട്ടിയുടെ അച്ഛൻ അങ്ങനെ കിടന്ന് കരഞ്ഞു, അങ്ങനെ സംസാരിക്കുന്നു. ഇതുപോലെ ഒരുപാട് പേര് കരഞ്ഞു, ഇതുപോലെ വീണ്ടും വീണ്ടും വിഷ്വലായിട്ട് നമ്മൾ കാണുന്നു. ആത്മഹത്യ ചെയ്യുന്നു. 14 വയസ്സുള്ള അല്ലെങ്കിൽ 15 വയസ്സുള്ള 10 വയസ്സുള്ള കുട്ടികൾ. ഇതേ ഒരു 14 വയസ്സുള്ള കുട്ടീനെ അവൾ സ്നേഹിച്ച ആ ഒരു വ്യക്തി വിശ്വസിച്ച്, 14 വയസ്സുള്ള കുട്ടീന്നോ മേജറും ആയിട്ടില്ല, കുട്ടീന്ന് പറയാൻ പറ്റുള്ളൂ, അതും ആ പ്രായമില്ലാത്ത ഒരു പയ്യൻ. അത്രയും അത് എങ്ങനെയാണ് ഈ ഒരു ലെവലിൽ ഇപ്പൊ ചിന്തിക്കണേന്ന് ചോദിച്ചാൽ പോലും ഇതിനൊരു മറുപടി പറയാനില്ല. സത്യം പറയാലോ, ഇതിനെ ദോഷമായിട്ട് ഉപദേശിക്കാനോ അല്ലെങ്കിൽ ഇതിലെന്താണ് റീസൺ ഒന്നും തന്നെ നമുക്ക് പിടുത്തം കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഈ വക അവസ്ഥകൾ. കാരണം വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ക്രൈമോളോ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താം, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയും. ഇത് ആരെ കുറ്റപ്പെടുത്തും, നമ്മൾ ആരെ പറയും? ഇവരുടെ മെന്റാലിറ്റി എങ്ങനെ പോകണമെന്നറിയില്ല. ഞങ്ങളൊക്കെയാണ് ഇങ്ങനെ എത്ര പ്രാവശ്യം മരിച്ച് ജീവിക്കേണ്ട ആൾക്കാരാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഒരു നിമിഷം വരെ, ഈ ഒരു പ്രായം വരെ ഞാനൊക്കെ ചിന്തിച്ചിട്ട് നമുക്ക് ആ ഒരു മെന്റാലിറ്റി കൂടി വന്നല്ലോ. നമ്മൾ ഈ സ്നേഹിക്കേണ്ടെന്ന് കറങ്ങാൻ പോകണ്ടെന്ന്, അല്ലെങ്കിൽ അത് ചെയ്യേണ്ടത്. നിങ്ങൾ കൂടെ ഉള്ള ആൾക്കാരെ സൂക്ഷിക്കുക, ഈ ഒരു അവസ്ഥയിലേക്ക് വരുത്താതിരിക്കുക, സ്വയം സ്വന്തമായിട്ട് സൂക്ഷിക്കുക. അത്രേ പറയുള്ളൂ. വീട്ടുകാർക്ക് ഒരു പരിധി കൂടുതലൊന്നും ഒരാളെ പിടിച്ചെടുത്താൻ പറ്റില്ല. അവർക്ക് എത്രത്തോളം പരിധി കൂടുതൽ പിടിച്ചെടുത്താൻ പറ്റും. ഇവർ പിടിച്ചെടുത്തി കഴിഞ്ഞാൽ ഇവർ പട്ടിണിയും. ആ അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർ എന്ത് പറയാനാണ്? ഇവിടെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കുക, ഇനിയിപ്പോൾ വേണ്ടാന്ന് വെച്ചാൽ ഉപേക്ഷിച്ച് പോവുക. അല്ലാതെ ഇതുപോലുള്ള